പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ താഴേക്കോട് പഞ്ചായത്തിലെ ഏറ്റവും ക്രിട്ടിക്കൽ ബൂത്തായ 87 നമ്പർ ബൂത്തിൽ, അതായത് 4 വാർഡുകളിൽ നിന്ന് 4 വാർഡിൻ്റെ പല മേഖലകളിൽ നിന്നും തിരിച്ചെടുത്ത ഒരു ബൂത്താണ്. ഏറ്റവും ക്രിട്ടിക്കൽ ബൂത്തായ ഈ 87 നമ്പർ ബൂത്തിൽ ഇതിൻ്റെ കൺവീനറായ കബീർ തേക്കിൽ, അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ കരിങ്കല്ലത്താണി ഭാഗം ഇന്ന് ഇവിടെ ഹൗസ് ക്യാമ്പയിനിങ്ങിന് നേതൃത്വം നൽകിയ വനിതാ ലീഗിൻ്റെയും STUവിൻ്റെയൊക്കെ നിയോജക മണ്ഡലം തല ഭാരവാഹിയും അതുപോലെ തന്നെ വനിതാ ലീഗ് വാർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സെൽമത്ത്, അതുപോലെ തന്നെ ഷമീറ, അതുപോലെ തന്നെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ നിയോജക മണ്ഡലം ട്രഷറർ സുധീർ VP അടക്കമുള്ള മുൻ മെമ്പർ സീനത്ത് പുത്തൂർ അടക്കമുള്ള സ്ക്വാഡാണ് ഇന്ന് ഈ ഭാഗത്ത് ഹൗസ് ക്യാമ്പയിൻ നടത്തിയത്. അപ്പോൾ അതിൽ കൃത്യമായി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വീട് കയറി വീടുകാരുമായി സംസാരിച്ച്, അതായത് ET മുഹമ്മദ് ബഷീർ സാഹിബിനെ വോട്ടഭ്യർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ മെഷീന് പരിചയപ്പെടുത്തിയതും, അതോടൊപ്പം തന്നെ സ്ത്രീകളുമായിട്ട് ഇന്നത്തെ ഈ വോട്ടഭ്യർത്ഥന നടത്തിയതിൻ്റെ ഫീഡ്ബാക്ക്, ഇന്ന് വോട്ടഭ്യർത്ഥിച്ചതുകൊണ്ട് ET മുഹമ്മദ് ബഷീർ സാഹിബിനെ +പോയിൻ്റ് വിജയം സമ്മാനിക്കാൻ ആക്കം കൂട്ടുമോ, അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഈ പ്രചരണത്തിൽ ET മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ സ്ത്രീകളുമായി ശരിക്ക് സംവദിച്ചത് പ്രിയപ്പെട്ട വനിതാ ലീഗിൻ്റെ വാർഡ് പ്രസിഡന്റ് കൂടിയായ സെൽമത്താണ്. സെൽമത്ത് ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക് നമ്മോട് പറയും. അതിന് സെൽമത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കാൻ. ബഹുമാനപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 15-ാം വാർഡിൽ 87-ാം ബൂത്തിലായിരുന്നു ഞങ്ങളിന്ന് കൺവെൻഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം വീടുകളൊക്കെ ഞങ്ങൾക്ക് ഒരുവിധം നന്നായിട്ട് തന്നെ കയറി ചെല്ലാനും സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്. ഒരുവിധം ഞങ്ങളെ മനസ്സിലൊക്കെ ഒരു ശാന്തമായൊരു ഇതാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളും എല്ലാവരും വോട്ട് നന്നായിട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. ഇന്നത്തെ ഫീഡ്ബാക്കിനെ കുറിച്ചിട്ട് സുധീർ 2 വാക്ക് സംസാരിക്കും. അതേ പ്രിയമുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, കൺവീനർ കബീർ, അതുപോലെ തന്നെ കർഷക തൊഴിലാളി യൂണിയൻ്റെ മണ്ഡലം സെക്രട്ടറി അഷറഫ് പുത്തൂർ, വനിതാ ലീഗിൻ്റെ സെക്രട്ടറി ഷമീറ, പ്രസിഡന്റ് സെൽമത്ത്, അതുപോലെ തന്നെ മുൻ മെമ്പർ കൂടിയായിട്ടുള്ള സീനത്ത്. നമ്മളിവിടെ നിന്ന് 87-ാം ബൂത്തിൻ്റെ ഭാഗമായ കരിങ്കല്ലത്താണി സൈഡിലാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. വീടുകളൊക്കെ ഒരുപാട് കയറാൻ സാധിച്ചു. ജനങ്ങളിൽ നിന്ന് നല്ല ഒരു നിലപാടുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും നമ്മൾ ഒരു സന്തോഷകരമായ ഒരു വാർത്ത പ്രതീക്ഷിക്കാം എന്ന് കരുതിക്കൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടി അവസാനിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ബൂത്തിൻ്റെ കൺവീനർ കൂടിയായ കബീർ തേക്കിൽ സംസാരിക്കും. 87 ബൂത്ത് ഒരു പ്രശ്നബാധിത ബൂത്താണ്. അതായത് കുറേ വാർഡുകൾ 4, 5, 6 വാർഡുകൾ കൂടിയ ബൂത്താണ്. അപ്പോൾ നമ്മൾ പ്രവർത്തനം ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ച മുതൽ തുടങ്ങിയ പരിപാടിയാണെങ്കിലും ഇന്നത്തെ ഒരു അനുഭവം ഒരു പ്രത്യേക തന്നെയാണ്. പ്രത്യേകിച്ചും വനിതാ വാർഡ് പ്രസിഡന്റ് സെൽമത്ത് അവർ സ്ത്രീകളോട് സംസാരിക്കുന്ന രീതിയിൽ വളരെ, അതായത് എങ്ങനെ ഇലക്ഷൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എല്ലാ കാര്യങ്ങളും വിശദമായി അവതരിപ്പിച്ച് നമുക്കിത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പ് ഇപ്പോൾ നമ്മൾ ഓരോ വാർഡുകളും നടക്കുമ്പോഴും നടക്കാൻ നമുക്ക് ആളില്ല, പ്രവർത്തിക്കാൻ ആളില്ലാത്തൊരവസ്ഥ ഉണ്ടായാലുള്ളത്. ഇപ്പോൾ 19-ാം വാർഡിലൊക്കെ ഗഫൂറും KC ഗഫൂർ, അഷറഫ്, നമ്പർ മുസ്തഫ, അങ്ങനെ കുറച്ച് ആളുകൾ നടക്കാൻ ഉണ്ടാകും, ഞങ്ങളെ കൂടെ ഉണ്ടാകുമെങ്കിലും അതിലേറെ ഒരു വ്യത്യസ്തമായ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞത്. നമ്മുടെ ഈ ഇലക്ഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ വളരെ വളരെ ഗൗരവമേറിയ ഒരു ഏറ്റവും നമുക്ക് ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അതിഗൗരവമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതിസുപ്രധാനമായ നമ്മുടെ രാജ്യത്തെ മതേതര ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യത്തെ 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തെയും 60% വരുന്ന മറ്റു പിന്നോക്കക്കാരെയും അവരുടെ പ്രതിനിധിയായാണ് ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നീണ്ട 20 വർഷത്തോളമായി നമ്മുടെ ഈ
ഈ സ്ഥാനാർത്ഥിയായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് രാജ്യത്തെ പൗരത്വ വിഷയത്തിലും മതേതരത്വ വിഷയത്തിലും അതുപോലെ തന്നെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തും മറ്റു പിന്നോക്കക്കാർക്കും വരുന്ന യാതനകളും വേദനകളും ബീഫിൻ്റെ പേരിലുള്ള വിഷയങ്ങളെക്കുറിച്ചും അത് കൃത്യമായി തന്നെ വെറും കുറഞ്ഞ 5 മിനിറ്റോ 3 മിനിറ്റോ ലഭിക്കുന്ന സമയങ്ങളിൽ പാർലമെൻറ്റിലെ ഇടിനാദമായി പാർലമെൻറ്റിനെ പിടിച്ചു കുലുക്കി രാജ്യം ഭരിക്കുന്ന മോദിയോടും പ്രധാനമന്ത്രിയായ മോദിയെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായോടും കയർത്തുകൊണ്ട് മുസ്ലിങ്ങളാദി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾ മേടിച്ചു കൊടുക്കാൻ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വളരെ കൃത്യതയോടുകൂടെ തന്നെ രാജ്യത്തെ 540 എംപിമാരിൽ വളരെ കൃത്യമായി വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വം, നമ്മൾ പറഞ്ഞയക്കുന്ന ഒരാൾ പാർലമെൻറ്റിലേക്ക് എന്തുകൊണ്ടും യോഗ്യനാണെന്ന് തെളിയിച്ച, നമുക്ക് സോഷ്യൽ മീഡിയക്കകത്ത് യൂട്യൂബിൽ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ അദ്ദേഹം നടത്തിയ ഹാജർ നില 84%. കൃത്യമായും തന്നെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ പാർലമെൻറ്റിന് വേണ്ടി ജീവിച്ച് രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന 30 കോടി മുസൽമാന് വേണ്ടി ജീവിക്കുന്ന രാജ്യത്തെ മറ്റ് പിന്നോക്കക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു എളിയ ഒരു തൊഴിലാളി നേതാവായി കടന്നു വന്ന ഒരു ഇ.ടി. മുഹമ്മദ് ബഷീർ എന്ന വ്യക്തിയെ നിങ്ങൾ ജയിപ്പിച്ചയക്കുന്നതിലൂടെ ഈ രാജ്യത്ത് ഉറ്റുനോക്കുന്ന നമ്മൾ ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ മാത്രമല്ല രാജ്യത്തെ 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായവും മറ്റു പിന്നോക്കക്കാരുടെയും പ്രതിനിധിയായാണ് നമ്മുടെ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് എന്ന ഗൗരവം മനസ്സിലാക്കി ഓരോ വോട്ടും ഭിന്ന ഭിന്നമാകാതെ കൃത്യമായി തന്നെ നിങ്ങൾ വീടുകളിലെ ആളുകൾ, അതുപോലെ തന്നെ ബന്ധു വീടുകളിൽ പോയ ആളുകൾ, വിദേശത്തുള്ള ആളുകളെ ഒക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബഹുമാനനായ അബ്ദുസമദ് സമദാനി സാഹിബിന് ലഭിച്ച വോട്ടിൽ ഇരട്ടി വോട്ടുകൾ നൽകി ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ വൻ ഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിക്കണമെന്ന് ഈ ഉത്ബുദ്ധരായ എല്ലാ ജനങ്ങളോടും ഞങ്ങൾ, കാരണം ഈ യൂട്യൂബിൽ നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ ആളുകളും കാണും, അതുകൊണ്ട് തന്നെ 83-ലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് സ്വന്തം തൊഴിലാളി യൂണിയൻ എസ്.ടിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലക്കും കൃത്യമായും അത് പ്രാവർത്തികമാക്കേണ്ട ഞങ്ങളുടെ കടമയാണെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ ഞങ്ങളുടെ 87-ാം ബൂത്തിൽ ഞങ്ങൾ ഇതിനു മുമ്പ് ക്യാമ്പയിന് കൃത്യമായി ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ എ.കെ. നാസർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കൃത്യമായി നിയോജക മണ്ഡലത്തിൽ UDF സംവിധാനത്തിൽ വലിയൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. അതിനെ എല്ലാ സർവ്വവിധ പിന്തുണയും നൽകിക്കൊണ്ട് നിങ്ങളെല്ലാവരും രംഗത്തുണ്ടാവണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഞങ്ങളോടൊപ്പം ഇന്നത്തെ ക്യാമ്പയിനിങ്ങിൽ പങ്കെടുത്തിരുന്നു മത്സ്യവിതരണ തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന ട്രഷറർ കൂടിയായ എ.കെ. നാസർ കാമുഖമടക്കം ഇന്നത്തെ നമ്മുടെ ക്യാമ്പയിനിൽ സംബന്ധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗവുമായി ബന്ധപ്പെട്ട് ഇടയിൽ നിന്ന് പോയതാണ്. അദ്ദേഹത്തെ കൂടി ഈ സമയത്ത് ഓർത്തെടുക്കുകയാണ്. സെക്രട്ടറിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നത്തെ വിഷയത്തിൽ? അപ്പോൾ എല്ലാവരും ഈ സംബന്ധിച്ചതിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. വളരെ ഇന്നത്തെ ഈ ഒരു ക്യാമ്പയിൻ വളരെ സന്തോഷത്തോടു കൂടി പര്യവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്യാമ്പയിനിങ്ങിൽ നമ്മുടെ മുൻ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പറും കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സോഫിയയുമായി മത്സരിക്കുകയൊക്കെ ചെയ്ത മെമ്പർ കൂടി സീനത്ത് പുത്തൂർ കൂടി ഇന്നത്തെ നമ്മുടെ ക്യാമ്പയിനിങ്ങിലുണ്ടായിരുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ സീനത്തിന് കൂടി 2 വാക്ക് പറയാനുള്ളൊരു അവസരം കൂടി നമ്മൾ കൊടുക്കുകയാണ്. ഇന്നത്തെ ക്യാമ്പയിന് വളരെ സന്തോഷമായി. ഓരോ വീട്ടിലും നമുക്ക് മുൻ പരിചയം ഉണ്ടാകുകൊണ്ട് നമുക്ക് ഓരോ വീട്ടിലും പോയി എല്ലാവരോടും സംസാരിക്കാനുള്ള കൂടെ ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ ക്യാമ്പയിന് നല്ല ഉഷാറായി. ഞങ്ങൾക്ക് നല്ലൊരു മനസ്സിന് സമാധാനമാണ് ഇന്നത്തെ ക്യാമ്പയിന്. അപ്പോൾ ഇന്നത്തെ ക്യാമ്പയിനുമായിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ. ജയ് UDF.